റിവാലുവേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും സാറിന് വരുന്ന മെസ്സേജുകളാണ്. നമ്മൾ റിവാലുവേഷൻ കൊടുത്തിട്ട് മാർക്ക് കുറയാണെങ്കിൽ SSLC-കാർക്കൊക്കെ ആണെങ്കിൽ ആ കുറഞ്ഞ മാർക്കല്ല കണക്കാക്കുക, ഇപ്പോൾ കിട്ടിയ മാർക്ക് നേരത്തെ കിട്ടിയ മാർക്ക് തന്നെ കണക്കാക്കും. CBSE-കാർക്ക് മാത്രം എന്താ അങ്ങനെ? അതിൽ കുറച്ച് ഡൗട്ട്സ് ഉള്ള മക്കൾ ഇപ്പോഴും ഉണ്ട്. മക്കളെ ശ്രദ്ധിച്ചുകൊണ്ട് സാറ് പറയുന്നത് കേൾക്കുക. റിവാലുവേഷന് കൊടുത്തിട്ട് മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ മാർക്കായിരിക്കും അപ്ഡേറ്റ് ആവുക നിങ്ങളുടെ ആൻസർ ബുക്കിൽ. അതിൻ്റെ ന്യായവും അന്യായവും ഒക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഈ കാര്യം ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് റിവാലുവേഷൻ അപ്ലൈ ചെയ്യാം. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ സ്കാനഡ് ആൻസർ കോപ്പി നിങ്ങൾ എഴുതിയ ആൻസർ ബുക്ക് കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും അതുപോലെ വെരിഫിക്കേഷൻ വേണമെങ്കിൽ ഓരോ മാർക്സ് ആഡ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് CBSE നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്, എത്രയൊക്കെയാണ് ഫീസ് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. നമ്മുടെ സെക്കൻഡറി എക്സാമിനേഷൻ നിങ്ങൾ 10ാം ക്ലാസ്സുകാർക്കുള്ള കാര്യമാണ് പറയുന്നത്. 27 മുതൽ ട്യൂസ്ഡേ മുതൽ മൺഡേ മിഡ് നൈറ്റ് വരെ ജൂൺ 2 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. 500 രൂപയാണ് ആ സ്കാനഡ് കോപ്പി നിങ്ങൾ എഴുതിയ ആൻസർ ബുക്ക് കിട്ടാനുള്ള ഒരു ഓപ്ഷനായിട്ട് 500 രൂപയാണ് കൊടുക്കേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ദിവസം എന്ന് പറഞ്ഞാൽ 27 മുതൽ 2 വരെ ടൈം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആ ആൻസർ ബുക്ക് കയ്യിൽ കിട്ടും. അപ്ലൈ ചെയ്യുക, വിത്തിൻ 1 വീക്കിനുള്ളിൽ ആൻസർ ബുക്ക് കയ്യിൽ കിട്ടും. നിങ്ങൾക്ക് നോക്കാലോ, നിങ്ങൾക്ക് അവരെ ആഡ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വാല്യുവേഷൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ റിവാലുവേഷന് കൊടുക്കേണ്ടു. അങ്ങനെ റിവാലുവേഷന് കൊടുക്കേണ്ട ഫീസും വന്നിട്ടുണ്ട്. അങ്ങനെ ആൻസർ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 3 മുതൽ ജൂൺ 3 മുതൽ ജൂൺ 7 വരെ റിവാലുവേഷനിൽ വെരിഫിക്കേഷനൊക്കെ അപ്ലൈ ചെയ്യാം. ഓൺലൈൻ വഴിയായിട്ട് അപ്ലൈ ചെയ്യാം. 500 രൂപയാണ് വെരിഫിക്കേഷന്. ആഡ് ചെയ്ത മാർക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് 500 രൂപയാണ്. തൊട്ട് താഴെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതൊക്കെ CBSE വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടൂട്ടാ നോട്ടിഫിക്കേഷൻ. സാറ് ഡിസ്ക്രിപ്ഷനിൽ PDF ആയിട്ട് സെറ്റാക്കി വെക്കാം. 100 പെർ ക്വസ്റ്റ്യൻ ഫോർ റിവാലുവേഷൻ. ഒരു ക്വസ്റ്റ്യൻ വാലുവേഷൻ ചെയ്യാനായിട്ട് 100 രൂപ കൊടുക്കണം. നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും, ഇതിന് ഇത്ര മാർക്ക് കിട്ടിയാൽ പോരാ, കുറച്ചുകൂടി മാർക്ക് കിട്ടണമെന്ന് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ആൻസർ ബുക്ക് ഉണ്ട്. നിങ്ങളുടെ ട്യൂഷൻ ടീച്ചറെയോ സ്കൂളിൽ പോയിട്ടോ ഒക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടാനുള്ള സാധ്യത ടീച്ചേഴ്സായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം റിവാലുവേഷൻ കൊടുക്കുക. അല്ലെങ്കിൽ പൈസയും പോവും. ചിലപ്പോൾ മാർക്ക് കുറയുകയാണെങ്കിൽ ആ കുറഞ്ഞ മാർക്കായിരിക്കും അപ്ഡേറ്റ് ആവുക. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഓരോ ക്വസ്റ്റിനും 100 രൂപയാണ്. 12 ക്വസ്റ്റ്യൻ റിവാലുവേഷൻ കൊടുക്കുകയാണെങ്കിൽ 1200 രൂപ ചിലവുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇംപ്രൂവ്മെന്റ് വേഴ്സസ് റിവാലുവേഷൻ എന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അതും പോയി കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക. കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൺലൈൻ പ്രോസസ് ക്യാൻ ബി ഡൺ ഇൻ ഹോളിഡേയ്സ് ടു. നിങ്ങൾക്ക് സൺഡേസിൽ വേണമെങ്കിൽ കൂടി അല്ലെങ്കിൽ ഹോളിഡേയ്സിലാണെങ്കിൽ കൂടി ഓൺലൈൻ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർ വെരിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ദ ഫോളോവിംഗ് ആർ സജസ്റ്റീവ് സ്റ്റെപ്പ്. ചെറിയ കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചെക്ക് ദാറ്റ് സപ്ലിമെന്ററി ആൻസർ ബുക്സ് യൂസ്ഡ് ബൈ യു ഇൻ ദ എക്സാമിനേഷൻ ആർ ഓൾസോ പ്രൊവൈഡഡ് വിത്ത് എ സ്കാനഡ് കോപ്പി. നിങ്ങൾക്ക് ആൻസർ ബുക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സപ്ലിമെന്ററി ബുക്ക് കൂടി കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ചെക്ക് ഓൾ യുവർ ക്വസ്റ്റ്യൻസ് ആർ ചെക്ക്ഡ്. എല്ലാ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പോഴാണ് ഈ വിൻഡോ ഓപ്പൺ ആവുന്നത്, ആ വിൻഡോ ഓപ്പൺ ആവുന്ന സമയത്ത് വന്നിട്ട് എങ്ങനെയാണ് ഇത് ഓൺലൈൻ വഴി ചെയ്യേണ്ടതെന്നൊക്കെ സാർ കൃത്യമായിട്ട് പറഞ്ഞു തരാം. അതുപോലെ എന്താണ് പറയുന്നത്, ചെക്ക് ദ ടോട്ടൽ ഓഫ് ഓൾ ആൻസേഴ്സ് മെൻഷൻഡ് ഇൻ ദ ലെഫ്റ്റ് മാർജിൻസ് ഇൻ ദ ആൻസർ ബുക്ക്. ലെഫ്റ്റ് മാർജിനിൽ നിങ്ങളുടെ മാർക്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. അത് കറക്റ്റ് ആണോ എന്ന് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, മാർക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ കവർ പേജിൽ എഴുതിയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ മെയിൻ പേജിലേക്ക് എഴുതിയെടുക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് മാർക്സിനെ കുറിച്ച് അനലൈസ് ചെയ്യുക. കിട്ടിയതിന് ശേഷം ആൻസർ ബുക്ക് കിട്ടിയതിന് ശേഷമുള്ള കാര്യമായിട്ടാണ് പറയണേ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ് പറയുന്നത്. ഇവിടെ വേറെ കാര്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല. മാർക്സ് കൃത്യമായിട്ട് കിട്ടിയ മാർക്ക് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാനായിട്ട് മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഓൺലൈനിൽ ചെയ്യേണ്ടതെന്ന് സാർ വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ, കൃത്യമായിട്ട് പ്ലീസ് ഇൻഫോം ദ സം ഓഫ് ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതൊക്കെ മാർക്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ലെഫ്റ്റ് സൈഡിൽ എഴുതിയ മാർക്ക് തന്നെയാണോ റൈറ്റ് സൈഡിൽ എഴുതിയ, അല്ലെങ്കിൽ കവർ പേജിൽ എന്തെങ്കിലും മാർക്ക് ചിലപ്പോൾ 4 മാർക്കാവും, ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടാവുക. അത് പുറത്തേക്ക് എടുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ 5 ചെയ്താണെങ്കിൽ അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ റിവാലുവേഷനോ അല്ലെങ്കിൽ വെരിഫിക്കേഷനോ അപ്ലൈ ചെയ്യാൻ നോക്കുക. റിവാലുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്, കുറച്ച് ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ
എവിടെയൊക്കെയാണ് മാർക്ക് ആഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം. മാർക്ക് ആഡ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ വെരിഫിക്കേഷന് പോകേണ്ട ആവശ്യമില്ല. പിന്നെ മാർക്ക് കൂടാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യമുണ്ടെന്ന് വിചാരിച്ചിട്ട് റിവാലുവേഷന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിസ്കസ് ചെയ്യുക, സമയമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുള്ള എന്നാൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സുമായിട്ടൊക്കെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വെച്ച് അനലൈസ് ചെയ്യാമല്ലോ. സ്വയം അനലൈസ് ചെയ്തിട്ട് സമയമെടുത്ത് നല്ല യുക്തിപരമായിട്ടൊരു തീരുമാനം എടുക്കുക. ഇതുപോലെ രസകരമായ അപ്ഡേറ്റ്സുകൾ എപ്പോഴൊക്കെയാണോ CBSE ചാനലിൽ വരുന്നത് അല്ലെങ്കിൽ CBSE വെബ്സൈറ്റിൽ വരുന്നത് അത് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. റിവാലുവേഷൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ.